ഒരിടക്കാലത്തിന് ശേഷം വീണ്ടും ഇറാനിൽ പ്രക്ഷോഭം ആരംഭിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ ഒന്നെങ്കിൽ തോക്ക് മുഖേന അല്ലെങ്കിൽ തൂക്കുകയർ മുഖേനയായിരുന്നു അതിനെ തടയുന്നത്. അങ്ങനെ തോക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ട്രംപ് സൂചിപ്പിച്ചിരിക്കുന്നത്. വീണ്ടും ഒരു സംഘർഷത്തിലേക്ക്, ഇറാൻ അമേരിക്ക സംഘർഷത്തിലേക്കാണോ ഈ പ്രക്ഷോഭം പോയി എത്തി നിൽക്കുക? ഈ പലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിന് ശേഷം പശ്ചിമേഷ്യയുടെ ഭാഗങ്ങളിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന അതിരൂക്ഷമായ ഒരു യുദ്ധമായിരിക്കാം ഒരുപക്ഷെ അമേരിക്കയും ഇറാനും തമ്മിലുണ്ടാകാൻ പോകുന്നത്. അതിന് അടിവളയിട്ടത് ഇറാനികൾ തന്നെയാണ്, അവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇറാനിലെ വ്യാപാരികൾ, അവരാണ് ആദ്യമായി സമരം തുടങ്ങി വെച്ചത്. അതിൻ്റെ കാരണം പറഞ്ഞത് ഇപ്പോൾ ഇറാൻ അനുഭവിക്കുന്ന അതിഭയങ്കരമായ സാമ്പത്തിക പ്രയാസമാണ്. 42.5% അവിടുത്തെ വിലക്കയറ്റം, അതിരൂക്ഷമാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പലസ്തീനെയും ഹമാസിനെയും സഹായിക്കാനായിട്ട് ഇറാൻ പോയല്ലോ ഈ ഇസ്രായേലിനെതിരെ. അപ്പോൾ വലിയ തോതിലുള്ള നാശനഷ്ടം ഇറാനുണ്ടായി. അത് സാമ്പത്തികമായിട്ടും ആയുധപരമായിട്ടും വലിയ നഷ്ടം അവർക്കുണ്ടായി. ആ നഷ്ടത്തിൽ ഇതുവരെ അവർക്ക് അരിക്കയറാൻ കഴിഞ്ഞില്ല എന്നുള്ള വാസ്തവം. അതിനുശേഷമാണ് ഈ അമേരിക്കയുടെ ഈ താരിഫും സംഭവമൊക്കെ വരുന്നത്. അപ്പോൾ ഈ പൊന്നുമേ ഗുരു എന്നതുപോലെ ഒന്നിനു മേലെ ഒന്നായിട്ട് ഓരോ പ്രശ്നങ്ങൾ വന്ന സമയത്ത് രാജ്യത്ത് ജനങ്ങൾ ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യമായി. അങ്ങനെ വ്യാപാരികളാണ് ഈ സമരം ആദ്യം തുടങ്ങുന്നത്, അതായത് ഈ ഖമനേയിക്കെതിരെ. തുടർന്ന് അവിടുത്തെ യുവാക്കൾ ഈ സമരം ഏറ്റെടുത്തു. ഇപ്പോൾ ഈ സമരത്തെ, ഈ പ്രക്ഷോഭത്തെ നയിക്കുന്നതെന്ന് പറയുന്നത് ഈ യുവാക്കളാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളും യുവജനങ്ങളും ചേർന്നാണ് ഈ പ്രക്ഷോഭം നയിക്കുന്നത്. അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഇയാൾ അധികാരം ഒഴിയണം എന്നുള്ളതാണ്. ഖമേനി അധികാരം ഒഴിയണം. പകരം പഴയ ഷായുടെ പരമ്പരയിൽപ്പെട്ട ഷാ ഭരണകൂടത്തിൽപ്പെട്ട റസാ പഹൽവിയെ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് ആവശ്യം. റസാ പഹൽവി എന്ന് പറയുന്നത് മുമ്പ് ഇറാനിലെ ഈ മതഭരണം വരുന്നതിന് മുമ്പുണ്ടായിരുന്ന രാജവംശമായിരുന്നു. അതിലെ ഇപ്പോഴത്തെ അവകാശമാണ് ഈ റസാ പഹൽവി എന്ന് പറയുന്നത്. അദ്ദേഹം അമേരിക്കയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ മതഭരണം അവസാനിപ്പിച്ചിട്ട്, തിയോക്രസി അവസാനിപ്പിച്ചിട്ട് ജനാധിപത്യ ഭരണം ഇറാനിൽ പഴയത് 1960-കളിൽ കൊണ്ടായിരുന്ന പോലെ ജനാധിപത്യ ഭരണം തിരിച്ചുകൊണ്ടുവരണം എന്നുള്ള ആവശ്യമാണ്. അല്ല, അതിന് കൃത്യമായ ഒരു അവസരമാണ് അന്ന് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച സമയത്ത്. അന്ന് ഈ ട്രംപ് തന്നെ പലതവണ ആവർത്തിച്ചതാണ്, ഖമേനിയെ കൊലപ്പെടുത്താൻ ഇസ്രായേൽ ശ്രമം നടത്തി, പക്ഷെ ഞാൻ തടഞ്ഞു. എന്തുകൊണ്ടന്ന് തടഞ്ഞു? അല്ല, അതത്ര എളുപ്പമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ തിയോക്രസി ലോകത്ത് 2 രാജ്യങ്ങൾ 2 സ്ഥലത്തേ ഉള്ളൂ. അതായത് ഈ മതഭരണം, ഒന്ന് വത്തിക്കാനിലും മറ്റൊന്ന് ഇറാനിലുമാണ്. അപ്പോൾ അവർക്കൊരു പരമ്പരയുണ്ട്. ഒരു ആൾ പോയി കഴിഞ്ഞാൽ, കൊല്ലപ്പെട്ടോ മരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അടുത്തൊരു ആൾ അതിൽ ചുമതല, അങ്ങനെ ഒരു രീതി അവിടെ ഉണ്ട്. അപ്പോൾ ഇത് മാറ്റണമെങ്കിൽ, ഇത് മാറ്റിമറിക്കണമെങ്കിൽ ജനത, അവിടെയുള്ള ജനങ്ങൾ പ്രതികരിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. അതിന് പുറത്തുള്ള രാജ്യം വിചാരിച്ചു കഴിഞ്ഞാൽ അത് സാധ്യമല്ല. അപ്പോൾ ഈ ഖമേനിയെ കൊന്നു കഴിഞ്ഞാൽ അടുത്തൊരു തിയോക്രാറ്റിക് നേതാവ് വരും. അതല്ല ആവശ്യം. ഇറാനിൽ ഇനി പശ്ചിമേഷ്യയിൽ സ്ഥിരമായിട്ടുള്ള ഒരു സമാധാനം വരണമെങ്കിൽ ഇറാനിൽ പഴയതുപോലെ ജനാധിപത്യം തിരികെ വരണം. ആ ജനാധിപത്യം തിരികെ വരാനുള്ള ശ്രമമാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രക്ഷോഭകാരികൾക്കെതിരെ ഇറാൻ സൈന്യം തോക്കെടുത്തു കഴിഞ്ഞാൽ അമേരിക്ക കൈയും കെട്ടി നോക്കിയില്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ ഇതിനെതിരെ, അതായത് ഈ മതരാഷ്ട്രത്തിനെതിരെ അല്ലെങ്കിൽ ഖമേനിക്കെതിരെ നടക്കുന്ന സമരങ്ങൾക്ക് ഇന്ധനം പകർന്നുന്ന ജോലിയാണ് ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത്. അതായത് ആ രാജ്യത്തെ സഹായിക്കുന്നതിന് പകരം പ്രക്ഷോഭകാരികൾക്ക് വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാനാണ് തീരുമാനിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ റസാ പഹൽവി, അമേരിക്കയിൽ തങ്ങുന്ന ഈ ഷാ ഭരണാധികാരിയുടെ ഇപ്പോഴത്തെ അധികാരി എന്ന് പറയുന്ന റസാ പഹൽവിയും അമേരിക്കയോട് രഹസ്യമായി സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ മതഭരണം അട്ടിമറിക്കപ്പെട്ടാൽ അദ്ദേഹത്തെ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഭരണം ഏറ്റെടുക്കാനും ജനാധിപത്യ ഭരണം കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇവർ തമ്മിൽ ഉണ്ട് എന്ന് വേണം ഈ പ്രക്ഷോഭത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതിനേക്കാൾ രൂക്ഷമായിരുന്നു അന്ന് വനിതകളുടെ പ്രക്ഷോഭം, ഈ അവിടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അന്ന് അവർ കൃത്യമായി തന്നെ അത് അടിച്ചമർത്താൻ കഴിഞ്ഞു. ഈ സമരം അടിച്ചമർത്തില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഈ മതഭരണം എന്ന് പറയുന്നത് വളരെ രൂക്ഷമാണ്. അവിടെ നമുക്ക് ചോദ്യം ചെയ്യലില്ല. ശിക്ഷ വിധിച്ചാൽ ശിക്ഷ നടപ്പിലാക്കുക എന്നുള്ള മാത്രമാണ്.
ഈ ശിക്ഷ നടപ്പിലാക്കുന്നത് മതത്തിന് വേണ്ടിയാണ്, ദൈവത്തിന് വേണ്ടിയാണ്. ദൈവത്തിന് വേണ്ടിയാണ്. അല്ലാതെ മറ്റേ അവിടെ ഒരു ഭരണകൂടം നമ്മുടെ നാട്ടിലുള്ള പോലെ ജനാധിപത്യ ഭരണകൂടം അല്ലല്ലോ. അല്ല, അതാണല്ലേ, ഈ തെറ്റ് ചെയ്താലും ഈ നേതാക്കൾ പറയും ഞങ്ങൾ മതത്തിന് വേണ്ടിയാണ്, ദൈവത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തതെന്നാണ്. അത് അതിനെ ന്യായീകരിക്കും. എങ്ങനെയാണ് അവർ ന്യായീകരിക്കും? അവർ പറയുന്നത് ഈ പറഞ്ഞ മതത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ ചോദ്യോത്തരവൊന്നും ഇല്ലല്ലോ. അതാണ് ഈ നമ്മൾ അന്ന് കണ്ട ഈ വീഡിയോയിൽ ഒരു സ്ത്രീയെ വളരെ അതിമാരകമായി പരിക്കേൽപ്പിച്ച് ഈ ബുർഖ ഒരു പബ്ലിസിറ്റി ഊരി കളഞ്ഞു എന്നുള്ള പേരിലാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞതിൽ ഉപദ്രവിക്കുന്നത്. അപ്പോൾ ഈ മത നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിട്ട് അവർ പറയുന്ന നിയമങ്ങളെയൊന്നും അല്പം പോലും വ്യതിചരിക്കാൻ അവരനുവദിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിലുള്ള ഭരണം എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും. ഒരിക്കലും ഈ ഖമനയെയും നിലവിലുള്ള ഈ അതിതീവ്ര നിലപാടുള്ള മുസ്ലിം ഭരണകൂടവും ഒരിക്കലും ഇനിയൊരു ജനാധിപത്യ ഭരണം വരാൻ വേണ്ടി അവർ ആഗ്രഹിക്കില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഇസ്ലാമൈസേഷൻ, നിലവിൽ ഇറാന്റെ നേതൃത്വം നടക്കുന്ന ഇസ്ലാമൈസേഷൻ ഉണ്ട് മറ്റു പല രാജ്യങ്ങളിലും, അതിന് വലിയ കോട്ടം തട്ടും. അതുകൊണ്ട് അവരൊരിക്കലും അനുവദിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഈ ഷായുടെ ഭരണം 1960 തുടങ്ങിയ ഈ ഷായുടെ ഭരണത്തെ അട്ടിമറിച്ചതെന്ന് പറയുന്നത് ഈ ഖമനയുടെ ഗുരുവായിട്ടുള്ള നേതാവാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ഇതിനെ അട്ടിമറിച്ചു, ഈ ഭരണത്തെ അട്ടിമറിച്ചു. മുഹമ്മദ് ഷായുടെ ഭരണത്തെ അട്ടിമറിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഭരണം നടത്തുന്ന സമയത്താണ് ഈ പാശ്ചാത്യ രാജ്യങ്ങളെ പോലെ ഇറാൻ, അക്കാലത്തുള്ള ചിത്രം കണ്ടാകുമ്പോൾ മനസ്സിലാവും, വളരെ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു. ധാരാളം വ്യവസായങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഈ യൂറോപ്യൻ കൺട്രീസ് എന്ന് പറയുന്നത് പോലെ തന്നെ ഇറാനും അന്നുണ്ടായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? പഴയ ഗൾഫ്, പണ്ട് ഇന്ത്യക്കാർക്ക് ഏറ്റവും കൂടുതൽ പോയിരുന്നത് അവിടെയാണ്, ഇറാനിലാണ് പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ ഈ പേർഷ്യ എന്നൊക്കെ പറയുന്ന രീതി അന്ന് ഇറാനായിരുന്നു പ്രധാനം. പക്ഷേ ഈ ഇസ്ലാമിക ഭരണകൂടം റുഹല്ല ഖൊമൈനി 1963 ഇറാന്റെ ധർമ്മഗുരുവായിട്ടുള്ള റുഹല്ല ഖൊമൈനിയാണ് ഈ പാശ്ചാത്യ രീതിയിൽ ഈ രാജ്യം പോകുന്നത് അല്ല. ഇവിടെ ഈ പറഞ്ഞത് വൈറ്റ് റവല്യൂഷൻ ആണ് ഇവിടെ നടക്കുന്നത്. എന്ന് വെച്ചാൽ പാശ്ചാത്യവൽക്കരണമാണ് ഇറാനിൽ നടക്കുന്നത്, നമുക്കതിനെതിരെ എന്ത് ചെയ്യണം, പോരാടണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മതപണ്ഡിതന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി അവർക്കെല്ലാം പ്രചോദനവും പ്രകോപനവും കൊടുത്ത് ആണ് ഈ ഷാ ഭരണകൂടത്തിനെതിരെ ആദ്യമായിട്ട് അവിടെ എന്ത് നടക്കുന്നത്, ഈ സമരം നടക്കുന്നത്. ആ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഇസ്ലാമിക വിപ്ലവം ആദ്യമായിട്ട് ഇറാനിൽ ആരംഭിച്ചത്. 1978 ഈ ഇസ്ലാമിക വിപ്ലവം നയിച്ചതിൽ ഈ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അനുയായിരുന്ന ആളാണ് ഇപ്പോഴത്തെ ഖമനയി എന്ന് പറയുന്നത്. അതായത് അയാളുടെ ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കുകയും കൂടുതൽ ഇസ്ലാമിസത്തിലേക്ക് നമ്മൾ പോകണമെന്ന് ആഗ്രഹിച്ച് പ്രചരണം നടത്തിയ ആളാണ് ഇപ്പോഴിരിക്കുന്ന ഖമനയി എന്ന് പറയുന്ന നേതാവ്. 1980 ഇവർ ഈ ഷായെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്, ഈ മുസ്ലിം ഭരണകൂടം. അപ്പോൾ അതോടെ ഈ ഷാ ഭരണകൂടം അവിടെ തീർന്നു. അതിനുശേഷമാണ് ഈ പറഞ്ഞ ഇപ്പോഴുള്ള അനാധികാരിയായിട്ടുള്ള അദ്ദേഹം അമേരിക്കയിലേക്ക് എന്ത് ചെയ്യുന്നത്, രക്ഷപ്പെടുന്നത്. അമേരിക്കയിൽ രക്ഷപ്പെട്ട് എത്രയോ വർഷമായിട്ട് അദ്ദേഹം അമേരിക്കയിൽ കഴിയുക. ഇപ്പോൾ ഒരു തിരിച്ചുവരാനുള്ള സാധ്യത അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുകയാണ്. അത് ഈ പറഞ്ഞ അമേരിക്കയുടെ ഒരു ഇടപെടൽ കൊണ്ടാണ്. അല്ലേ, മറ്റൊരു ലോക ഈ നയം ശ്രദ്ധിക്കുമ്പോൾ ഇറാൻ എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം ഓടിയെത്താൻ ശ്രമിക്കുന്ന റഷ്യയാണ്. അപ്പോൾ റഷ്യയുടെ ഇടപെടൽ വരുമ്പോൾ ഇത് പുതിയൊരു സാഹചര്യത്തിലേക്ക് മാറില്ലേ? അല്ല, റഷ്യയുടെ ഇടപെടൽ ഇനി വരണമെന്നുണ്ടെങ്കിൽ സാധ്യത വളരെ വിരളമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇറാൻ ആക്ച്വലി വലിയ തകർച്ചയിലാണ്. ഈ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നട്ടെല്ലെന്ന് പറഞ്ഞ സാമ്പത്തിക രംഗമാണ്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികം തകർന്ന് ഞാൻ ആരും സഹായിക്കാൻ പോകില്ല. കാര്യം ചെന്ന് സഹായിക്കാൻ പോകുന്നതിനെല്ലാം പിന്നെ എന്താണ്, കാശ് കൊടുത്ത് സഹായിക്കേണ്ടി വരും. സാധാരണ നമ്മുടെ കൂട്ടത്തിൽ കാണുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ പോലെ കണ്ടാൽ മാത്രം മതി. തീരെ ഗതികെട്ട് നിൽക്കുന്ന സാമ്പത്തികമായിട്ട് തകർന്ന ഒരാളിനെ പെട്ടെന്ന് ആരും സഹായിക്കാൻ തയ്യാറാവില്ല. എപ്പോഴും മറ്റു രാജ്യങ്ങൾ സഹായിക്കാൻ വരുന്നപ്പോഴാണ് ഇവൻ സാമ്പത്തികം വളർന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് അതുകൊണ്ട് നേട്ടമുണ്ടെന്ന് കരുതുമ്പോൾ മാത്രമേ പോകുള്ളൂ. അതുകൊണ്ട് റഷ്യ ഇതിൽ പോയി തലവെച്ച് കൊടുക്കുന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ ശകലം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭരണകൂടത്തെ, ഈ ഖമനയുടെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ സഹായം ഇക്കാര്യത്തിലുണ്ട്. ഇസ്രായേൽ ആൾറെഡി ഈ പ്രക്ഷോഭകാരികൾക്ക് സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാര്യം ഇവന്മാർ വലിയ തലവേദനയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിട്ട്. ഹമാസിനെയും പാലസ്തീനെയും അപ്പുറത്ത് കിടക്കുന്ന ഈ സിറിയയെ എല്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് ഇറാനാണ്. അവരെ സംബന്ധിച്ചിട്ട് ഇതെല്ലാം ഈ ഇറാൻ എന്ന് പറയുന്നത് അവരുടെ ഒരു തിയോക്രാറ്റിക് കൺട്രി ആണല്ലോ, മത നേതാക്കളാണല്ലോ. അപ്പോൾ അവർ പറയുന്നതാണ് മറ്റു ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കെല്ലാം വേദവാക്യം. പക്ഷേ ഇത് തകർന്നു കഴിഞ്ഞാൽ, ഈ ഇറാനിലെ ഈ ഇസ്ലാമിക ഭരണം തകർന്നു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഇസ്ലാമൈസേഷന് വളർച്ചയ്ക്ക് ഒരു തടസ്സമായത് മാറും എന്നുള്ള കാര്യത്തിൻ്റെ സംശയമൊന്നുമില്ല. അങ്ങനെയാണ് വേണ്ടത്. കാര്യം ലോകം മൊത്തം ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു ഇസ്ലാമിക് ഫ്രീ ആയിട്ടുള്ള ഒരു വേൾഡ്, എന്ന് വെച്ചാൽ സമാധാനത്തോടെ ജീവിക്കുന്നത് എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത്. അവിടെ ഇത്തരത്തിലുള്ള കാടൻ നിയമങ്ങളും വെച്ചുകൊണ്ട്
ജനങ്ങളെ മുന്നോട്ട് ജീവിക്കാൻ അനുവദിക്കാത്ത തീവ്രവാദവും ബോംബ് സ്ഫോടനമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു ലോകം ആരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇറാനിലെ ഈ മതഭരണം അവസാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റു പല ഇസ്ലാമിക രാഷ്ട്രങ്ങളും കുറച്ച് പിന്നോക്കം പോകും. അവരും കുറച്ച് ഈ പറഞ്ഞതുപോലെ മുൻനിരയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ സൗദിയൊക്കെ ആൾറെഡി അവരുടെ ഈ പഴയതൊക്കെ വിട്ടിട്ട് അവർ കുറച്ച് മോഡേൺ ആയിട്ടുണ്ട് പല കാര്യങ്ങളിൽ. അതുപോലെ പല ഇസ്ലാമിക രാജ്യങ്ങൾ ആ തലത്തിൽ തിരിച്ചു വരും. അപ്പോൾ ലോകത്ത് ശാന്തി ഉണ്ടാവും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്.